അമേരിക്ക ചൈന വ്യാപാര കരാറിൽ ധാരണയുണ്ടായി എന്ന വാർത്ത മധു പങ്കുവയ്ക്കുന്നു. 100% തീരുവ ചുമത്തുന്നത് ഒഴിവാക്കുന്നതിനായി അമേരിക്കയും ചൈനയും തമ്മിൽ ധാരണയിലെത്തിയെന്ന് അമേരിക്കൻ ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് പറയുന്നു. അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര പറയുന്നു മറ്റു വിവരങ്ങൾ. മധു, ഗുഡ് മോർണിംഗ്. ചൈനയ്ക്ക് ആശ്വാസകരമായ വാർത്തയാണോ അമേരിക്കയിൽ നിന്ന് വരുന്നത്? അവർ തമ്മിലുള്ള തീരുവ പ്രശ്നം അവസാനിച്ചു എന്ന് കണക്കാക്കാമോ? ഗുഡ് മോർണിംഗ് എസ് കെ ഡൊണാൾഡ് ട്രംപ് ഏതാണ്ട് 12-13 മണിക്കൂർ നീണ്ട യാത്രയ്ക്ക് ശേഷം മലേഷ്യൻ മണ്ണിൽ ഇറങ്ങിയപ്പോൾ വളരെ ഹാപ്പിയാണ്. അദ്ദേഹം 2 സ്റ്റെപ്പ് ഡാൻസ് ഒക്കെ വെച്ചാണ് മലേഷ്യൻ മണ്ണിൽ വന്ന് ഇറങ്ങിയ ഉടനെ തന്നെ അവിടെ അദ്ദേഹത്തിനുള്ള ഗാർഡ് ഓഫ് ഓണറിൽ ഏതാണ്ട് 50 കഴിഞ്ഞവർക്കുള്ള സ്റ്റെപ്സ് ആണ് ട്രംപ് വെച്ചത്. നമ്മുടെ ഡെസ്കിൽ ഡാൻസ് അയച്ചു കൊടുത്തിട്ടുണ്ട്. എസ് കെ വേണേലും ഒരു പയറ്റ സ്റ്റെപ്സ്. എന്തായാലും ചൈനയുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചു കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് പിന്നെ ആ സമ്മർദ്ദം ഇന്ത്യയെ കൂടി ചെലുത്താനുള്ള സാഹചര്യം ഒരുങ്ങും. ഇന്ത്യക്കും ഈ തീരുവ ശിക്ഷ അമേരിക്ക പ്രഖ്യാപിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ വിസ നിയന്ത്രണങ്ങളൊക്കെ ഇന്ത്യക്കാർക്ക് വേണ്ടി കടുപ്പിച്ചിട്ടുണ്ട്. മധു കൊട്ടാരക്കര വീണ്ടും നമുക്കൊപ്പം ചേരുകയാണ്. അദ്ദേഹം വളരെ സന്തുഷ്ടനാണ്. ഡാൻസ് പരിപാടികളും ഒക്കെ തുടങ്ങി എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ട്രംപ് ഡാൻസ് ചെയ്താൽ അതിനൊരർത്ഥമല്ല, 1000 അർത്ഥം. മധു വീണ്ടും ചേരുകയാണ്. മധു, ശരിക്കും ട്രംപ് നന്നായി സ്റ്റെപ്പ് വയ്ക്കുന്നുണ്ട്. ഈ സ്റ്റെപ്പ് ആരുടെ നെഞ്ചത്താകാതിരുന്നാൽ നല്ലത്. പറയൂ. എസ് കെ ട്രംപും അതുപോലെ ചൈനീസ് പ്രീമിയർ ഷി ജിൻപിങ്ങുമായിട്ടുള്ള നിർണായക കൂടിക്കാഴ്ചയ്ക്ക് മുമ്പായി 2 രാജ്യങ്ങളുടെയും പ്രതിനിധികൾ തിരക്കിട്ട വ്യാപാര ചർച്ചകൾ മലേഷ്യയിൽ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ ചർച്ചകളൊക്കെ ലക്ഷ്യം കാണുന്നുവെന്ന സൂചനകളാണ് US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് ഇന്ന് നൽകിയിരിക്കുന്നത്. ചൈനയ്ക്കെതിരായ താരിഫ് വർദ്ധിപ്പിക്കാനുള്ള നീക്കം ഫലത്തിൽ ഒഴിവായി എന്നാണ് സ്കോട്ട് ബെസന്റ് ഇന്ന് സൂചിപ്പിച്ചിരിക്കുന്നത്. എസ് കെ അപൂർവ ഭൗമധാതുക്കളുടെ കയറ്റുമതിയിൽ ചൈന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുവാനൊന്ന് ശ്രമിച്ചിരുന്നു. അതിനെ തുടർന്ന് നവംബർ 1 മുതൽ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് ഏതാണ്ട് 100% അധിക താരിഫ് ഏർപ്പെടുത്തുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭീഷണി മുഴക്കിയിരുന്നു. ഇത് US-ഉം ചൈനയും തമ്മിലുള്ള വ്യാപാര തർക്കം കൂടുതൽ രൂക്ഷമാക്കിയിരുന്നു. എന്നാൽ നിലവിലെ ഈ താരിഫിന് മുകളിൽ ഈ 100% ഈ അധിക താരിഫ് ഏർപ്പെടുത്തുവാനുള്ള ഭീഷണി ഫലത്തിൽ ഒഴിവാക്കപ്പെട്ടു എന്ന് താൻ വിശ്വസിക്കുന്നുവെന്നാണ് CBS ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ ബസന്ത് വ്യക്തമാക്കിയിരിക്കുന്നത്. സൗത്ത് കൊറിയയിൽ നടക്കാൻ പോകുന്ന ഏഷ്യ പസഫിക് എക്കണോമിക് കോഓപ്പറേഷൻ ഉച്ചകോടിയുടെ സമയത്ത് ഈ 2 നേതാക്കളും ധാരണാപത്രത്തിൽ ഒപ്പിടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിനോടകം 5 പ്രാവശ്യം അമേരിക്ക ചൈന ഉന്നത ഉദ്യോഗസ്ഥർ വ്യാപാര ചർച്ചകൾ നടത്തിയിരുന്നു എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. 2 രാജ്യങ്ങളും ഒരു ഇന്റേണൽ എഗ്രിമെന്റിൽ എത്തിയതായി ചൈനയുടെ ട്രേഡ് നെഗോഷിയേറ്റർ ലീ ചെങ്കാങ് ഇന്ന് പറയുകയുണ്ടായി. ചൈനയുമായി ഒരു ഡീൽ എത്തിയേക്കുമെന്ന് ഡൊണാൾഡ് ട്രംപും പറയുന്നു. ഷി ജിൻപിങ്ങുമായി ചൈനയിലും തുടർന്ന് വാഷിംഗ്ടൺ DC-യിലും അതുപോലെ ഫ്ലോറിഡയിൽ ട്രംപിന്റെ സ്വകാര്യ വസതിയായ മാഴ-ലഗോയിലും അടുത്ത കൂടിക്കാഴ്ചകൾ നടക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് സൂചിപ്പിച്ചിട്ടുണ്ട്. എസ് കെ. ഓക്കെ, താങ്ക് യു മധു കൊട്ടാരക്കര.